ഇഫക്ട് ന്യൂസിലേക്ക് ഇവർക്കും സുസ്വാഗതം. വില്ലേജ് ന്യൂസ് ടിവിയുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജവഹർ ബാലഭവനിൽ കഴിഞ്ഞ 5 ദിവസമായി സംഘടിപ്പിച്ച ട്രാവൻകൂർ ആർട്സ് ആൻഡ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിൽ സമാപന ദിവസം സാംസ്കാരിക സന്ധ്യയിൽ കലാനിധി സെന്റർ ഫോർ കൾച്ചറൽ ഹെറിറ്റേജ് ട്രസ്റ്റിന്റെ പ്രതിഭകൾ ഒരുക്കിയ സംഗീത നൃത്ത സമന്വയം പ്രേക്ഷക ശ്രദ്ധ നേടി. നിറഞ്ഞ സദസ്സിന് മുന്നിൽ ബാലപ്രതിഭകൾ 3 മണിക്കൂർ നീണ്ട സംഗീത നടന വിസ്മയം അവതരിപ്പിച്ചു. പ്രതിഭകൾക്ക് വില്ലേജ് ന്യൂസ് ടിവിയുടെ പുരസ്കാരങ്ങളും പ്രശസ്തി പത്രവും വിതരണം ചെയ്തു. സൈബർ വിംഗ് മുൻ ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് വിനയകുമാർ സാംസ്കാരിക സന്ധ്യ ഉദ്ഘാടനം ചെയ്തു. കലാനിധി ചെയർപേഴ്സൺ ഗീത രാജേന്ദ്രൻ, വില്ലേജ് ന്യൂസ് എക്സിക്യൂട്ടീവ് എഡിറ്റർ സന്തോഷ് രാജശേഖരൻ, ഫെസ്റ്റിവൽ ഡയറക്ടർ സഞ്ജയ് നാരായൺ, മാനേജിംഗ് ഡയറക്ടർ ബാബു അമ്പലത്തറ, പ്രൊഫസർ രമാബായി, ഡോക്ടർ സന്തോഷ്, മുക്കമ്പാലമൂട് രാധാകൃഷ്ണൻ, ശ്രീമതി ജയശ്രീ എന്നിവർ പങ്കെടുത്തു. അസിസ്റ്റന്റ് കമ്മീഷണറായി, ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ടായി, സൈബർ വിങ്ങിൻ്റെ പ്രാരംഭമായ എല്ലാ ഘടനയും നിർവഹിച്ച നമ്മുടെ പ്രിയപ്പെട്ട വിനയകുമാർ സാറാണ് ഉദ്ഘാടനത്തിന് എത്തിയിരിക്കുന്നത്. സാറിനെ നമുക്കെല്ലാവർക്കും വേണ്ടിയിട്ട് ഹാർദവമായി സ്വാഗതം ചെയ്യാം. സാറിനും ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ, നിങ്ങളുടെയും പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. നാരായൺ സാർ, സാറിനെയും ഔപചാരികതയുടെ പേരിൽ ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. വിമൻസ് കോളേജ് മുൻ പ്രിൻസിപ്പാളാണ്, എഴുത്തുകാരിയാണ് പ്രിയപ്പെട്ട രമാബായി ടീച്ചർ. പ്രൊഫസർ അഡ്വക്കേറ്റ് രമാബായി ടീച്ചറിനെയും ഹാർദവമായി സന്ദർഭമാണെന്ന് ഞങ്ങൾക്ക് ഈ വേദി ഒരുക്കി തന്ന സജയ് നാരായൺ സാറിനും അതുപോലെ സന്തോഷ് രാജശേഖരൻ സാറിനും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുകയാണ്. 3 വ്യക്തിത്വങ്ങളെ ഈ വേദിയിൽ ആദരിക്കുന്ന ചടങ്ങുമുണ്ട്. ഒരു പ്രസ്ഥാനം വളരണമെങ്കിൽ ഒരു മീഡിയ അത്യാവശ്യമാണ്. പത്രദൃശ്യ മാധ്യമ ഓൺലൈൻ മീഡിയയുടെ സഹകരണത്തോടുകൂടി മാത്രമാണ് 31ാം വയസ്സിലേക്ക് കടക്കുന്ന കലാനിധി, ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും ഞങ്ങളോടൊപ്പം നിൽക്കുന്ന കലാനിധി അംഗങ്ങളും അതുപോലെ എൻ്റെ കുഞ്ഞുങ്ങളും 3 വയസ്സ് മുതൽ 70-75 വയസ്സ് വരെ പ്രായമുള്ള നിരവധി അമ്മമാരും കുഞ്ഞുങ്ങളും നയിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് കലാനിധി. അതിൽ ഞാൻ അവർക്കൊരു വഴികാട്ടി മാത്രമാണ്. നിരവധി വേദികളിൽ എന്നോടൊപ്പം നിൽക്കുന്ന ആ കുഞ്ഞുങ്ങൾക്കും മെമ്പേഴ്സിനും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് ഉദ്ഘാടന കർമ്മത്തിനായി വിനയകുമാർ സാറിനെ സവിനയം ക്ഷണിക്കുന്നു. അദ്ദേഹം കലാനിധിയുടെ സ്ഥാപക മെമ്പറാണ്. ഗുരുസ്ഥാനീയനായ അദ്ദേഹത്തിന് 1000 നന്ദി അറിയിച്ചുകൊണ്ട് അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. നടപടിയുമല്ല എങ്കിൽ തന്നെ 6 മണിക്ക് തുടങ്ങണമെന്ന് വിചാരിച്ചതാണ്. അത് 7 മണി ആയതുകൊണ്ട് തന്നെ നിങ്ങളെ ആരുടെയും സമയം മെനക്കെടുക്കുന്നില്ല. ഔപചാരികമായി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചുകൊണ്ട് നിർത്തുന്നതാണ്. കലാനിധിയുടെ അമരക്കാരിയായ ഗീത രാജേന്ദ്രൻ, ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്ത സന്തോഷ് രാജശേഖരൻ സാർ, എല്ലാവരും ഞാൻ ഈ അവസരത്തിൽ വേദിയിലേക്ക് അഭിവാദ്യം ചെയ്യുന്നു. ഈ ഒരു കലാവിരുന്ന് ഇവിടെ ഒരുക്കി നമ്മളോടൊപ്പം സജീവമായി നമ്മളെ ധന്യമാക്കാൻ വേണ്ടി ചേർന്ന ഗീത രാജേന്ദ്രൻ മാമിന് ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് പ്രോഗ്രാമിലേക്ക് കിടക്കാം. കൂടുതൽ സമയം അതിനുവേണ്ടി നഷ്ടപ്പെടുത്തുന്നില്ല. ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. നമ്മുടെ വില്ലേജ് ടി വി ഒരു വെബ് ചാനലാണ്. അതിൻ്റെ പ്രവർത്തനങ്ങൾ സജീവമായിക്കൊണ്ടിരിക്കുന്നു. എല്ലാവരുടെയും സജീവ സാന്നിധ്യവും സ്നേഹവും ആഗ്രഹിച്ചുകൊണ്ട് ക്ഷണിച്ചുകൊണ്ട് ഞാൻ ആസ്വാദകരെ വളരെ തിരുവനന്തപുരത്തിൻ്റെ നാമധേയത്തിൽ ഒരു ഫെസ്റ്റ് നടത്തുന്ന വില്ലേജ് ടി വിക്കും സാജൻ സാറിനും എല്ലാവിധ ഭാവുകങ്ങളും തിരുവനന്തപുരത്തിൻ്റെ കലാ ആസ്വാദകൻ എന്നുള്ള നിലയിൽ ആശംസകൾ അർപ്പിക്കുന്നു. അതേപോലെ തന്നെ ഗീത ചേച്ചി തിരുവനന്തപുരത്ത് മാത്രമല്ല കൊച്ചിയിലും കോഴിക്കോടും കലാനിധിയുടെ കുരുന്നുകളെ വളർത്തിക്കൊണ്ടുവരുന്ന ഒരു വലിയ ചാരിറ്റി ഓർഗനൈസേഷൻ എന്നുള്ള സംഘടനയാണ്. നമുക്കറിയാം, മണ്ണാറശാല കുടുംബത്തിൽ നിന്നുള്ള ആ മാന്യ സഹോദരി പ്രതിഫലിച്ച് നിരവധി കാര്യങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എല്ലാ ഡിസ്ട്രിക്റ്റിലും ചെയ്തു വരുന്ന ആ മാന്യ നമ്മുടെ എല്ലാ ദൂരദർശനിൽ നിന്ന് റിട്ടയർഡായതിനു ശേഷം മുഴുവൻ സമയ കലാനിധി കുരുന്നുകളെ വളർത്തുവാൻ ശ്രമിക്കുന്ന ചേച്ചി വിളിച്ചതുകൊണ്ട് നമ്മൾ ഓടിയെത്തി. ഒരു പ്രതിഫലവും ഇച്ഛിക്കാതെ ഈ സംസ്ഥാനത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം ഇത്തരത്തിലുള്ള കലാപ്രതിഭകളെ വളർത്തുന്ന ചേച്ചിയെ 1000 അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ടും നമ്മുടെ വില്ലേജ് ടി വിക്ക് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ടും ഔപചാരികമായി ഞാൻ ആശംസകൾ നേർന്നു. ജയ് ഭാരത്.
സാംസ്കാരിക സന്ധ്യയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ 6 ദിവസമായി ഇവിടെ ട്രാവൻകൂർ ഫെസ്റ്റ് നടക്കുകയാണ്. സജയ് നാരായണൻ്റെ നേതൃത്വത്തിൽ, സന്തോഷ് കുമാറിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ഈ ഫെസ്റ്റിവൽ വളരെ ഭംഗിയായി ചിട്ടപ്പെടുത്തിയ കാര്യപരിപാടികളോടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് കലാനിധി ശ്രീമതി ഗീത രാജേന്ദ്രൻ്റെ ചുക്കാൻ പിടിക്കാൻ എത്തിയിട്ടുണ്ട്. കലാനിധിയുടെ കാര്യം പറയുകയാണെങ്കിൽ ലോകമെമ്പാടും പേര് കേട്ട സാംസ്കാരിക സംഘടന എന്ന പേരിൽ തന്നെ ഗീതാ രാജേന്ദ്രൻ അറിയപ്പെടുന്ന വ്യക്തിയാണ്. യാതൊരുവിധ പ്രതിഫല ഇച്ഛയും ഇല്ലാതെ എല്ലാവർക്കും വേണ്ടി പ്രയത്നിക്കുന്ന, 3 വയസ്സ് മുതൽ 70 90 വയസ്സ് വരെയുള്ളവരെ സ്റ്റേജിൽ കൊണ്ടുവന്ന് ഡാൻസ് ചെയ്യിപ്പിക്കുന്ന, പാട്ട് പാടിപ്പിക്കുന്ന ഗീത എല്ലാവർക്കും ഒരു പ്രചോദനമാണ്. എല്ലാവരെയും മോട്ടിവേറ്റ് ചെയ്യുന്ന ആളാണ്. ആ ഗീതയുടെ നേതൃത്വത്തിൽ ഇന്നിവിടെ സാംസ്കാരിക പരിപാടി അരങ്ങേറുകയാണ്. സാറിന് ഇനിയും നമ്മളാണ് പ്രചോദനം ഉണ്ടായിരിക്കുന്നത്. നമ്മുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാനെത്തിയ അടുത്തതായി ആൽബം റിലീസ് ചെയ്തപ്പോഴും ടീച്ചറിനെ നിർബന്ധിക്കണം. ടീച്ചറിന് നല്ല കഴിവുണ്ട്, പക്ഷേ അത് പ്രകടിപ്പിക്കാൻ ടീച്ചറിന് അറിയില്ല. അങ്ങനെ ടീച്ചറിനെ ഒരു ഗാനരചയിതാവാക്കി. ഞാൻ കൂടുതൽ ഗീതാ രാജേന്ദ്രനെ പറ്റി കൂടുതൽ പറയാതിരുന്നത് കാരണം ഞാൻ എന്തെങ്കിലും ഇപ്പോൾ ഒരു കോളേജ് ആളുകളായിട്ട് അവരുടെ ചില ഫംഗ്ഷനുകളിലൊക്കെ പോയി വീക്ഷിച്ചിട്ടുണ്ട്. സത്യത്തിൽ എന്നെ ഞെട്ടിച്ച് കളഞ്ഞിട്ടുണ്ട്. ഇവിടെ പലർക്കും സാധ്യമാകാത്ത ഒരു വലിയൊരു മനസ്സാണ്. അതിനേക്കാൾ അവരുടെ പ്രവർത്തനം അന്ന് തന്നെ ഞാൻ വിചാരിച്ചു ഏതെങ്കിലും ഒരു നല്ല ഫംഗ്ഷന് ഈ മേഡത്തിനൊരു അവാർഡ് കൊടുക്കണമെന്ന്. അത് ഞാൻ സന്തോഷ് സാറുമായിട്ട് ആലോചിച്ച് സംസാരിച്ചു. എന്തായാലും അതിന് അർഹയായിട്ടുള്ള, അത്രയും ആക്റ്റീവായിട്ടുള്ള, ഈ പ്രായത്തിലും നമുക്കൊന്നും സാധ്യമല്ലാത്ത ഏറ്റവും വലിയ പ്രവർത്തനമാണ് മാഡം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സമയക്കുറവുകൊണ്ട് ഞാൻ പറയേണ്ടെന്ന് വിചാരിച്ചുവെങ്കിലും ഇപ്പം ജമാമയും കൂടെ പറഞ്ഞപ്പോൾ ഞാൻ പറയുന്നതാണോ. ഓക്കെ, താങ്ക് യു. ക്ഷേത്രകൾ നിരവധി പ്രവർത്തന മേഖലകളിൽ തൻ്റേതായ വ്യക്തിയാണ്. എല്ലാവർക്കും ദൃശ്യവിരുന്നൊരുക്കുന്ന പറയാൻ വാക്കുകളില്ല. കാര്യം ഞാൻ ഇന്ന് എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ, ഈ നിലയിലെത്തിയിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം കലാനിധി മാം കാരണമാണ്. കാര്യം ലോകത്ത് അങ്ങാനും എല്ലായിടത്തും പല നൃത്തവേദികളിലും എനിക്ക് നൃത്തം അവതരിപ്പിക്കാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെല്ലാം എനിക്ക് നന്ദി പറയാനുള്ളത് എൻ്റെ കലാനിധി മാഡത്തിനോടാണ്. ഇന്ന് ഈ വേദിയിൽ നിൽക്കാൻ കഴിഞ്ഞതും കലാനിധി മാഡത്തിൻ്റെ ആ ഒരു അനുഗ്രഹവും കൊണ്ടാണ്. ഇത്രയും പറയാനുള്ളത്. നന്ദി, നമസ്കാരം. കലാനിധി പ്രോഗ്രാം അരങ്ങേറി. യാദൃച്ഛികമായിട്ട് തിരക്കുകൾക്കിടയിൽ ഞാൻ അവിടെ കാണുവാൻ വന്നു. പക്ഷേ ആ നമ്മുടെ ഭൂതമെന്ന സങ്കല്പത്തെ, ആ കോൺസെപ്റ്റിനെ കേരള തനിമയിൽ നല്ല രീതിയിൽ സ്ക്രിപ്റ്റ് ചെയ്ത് അവതരിപ്പിച്ച് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ആ കലാകാരന്മാരും ഒരു പുതുതലമുറയ്ക്ക് ആവിഷ്കാരത്തിന് വേണ്ടി മുറകുളി കൂട്ടുന്ന ഈ കേരളത്തിൽ നമ്മുടെ മൺമറഞ്ഞു പോയ കലകളെ പുനർജീവിപ്പിക്കുന്ന മാഷക്കും കുടുംബത്തിനും അനന്തപുരിയുടെ നിവാസി എന്നുള്ള നിലയിൽ നമുക്ക് തിരുവനന്തപുരമാണ് ഈ ഭൂതപ്പാട്ടിൻ്റെ ആസ്ഥാനമെന്ന് ശ്രീകണ്ഠേശ്വരം പരമേശ്വര പിള്ളയുടെ പുസ്തകത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പോൾ ഹൃദിക റഷീദ് സാറാണ് ഡയറക്ടർ. റഷീദ് ഫ്ലവേഴ്സ് വില്ലേജ് ന്യൂസ് ടിവിയുടെ റഷീദ് സാറാണ് ഡയറക്ടർ. റഷീദ് വില്ലേജ് ഡോക്ടർ സന്തോഷ് സാർ റിപ്പോർട്ട്. മറ്റൊരു വാർത്തയുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.